എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തമിഴിലെ ആനിമൽസിന്റെ പേരുകളാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഇതിനെ കണ്ടില്ലേ, ഇത് നമ്മൾ മലയാളത്തിൽ നായെന്നോ പട്ടിയെന്നൊക്കെ പറയും, തമിഴിൽ നായി എന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ ഇതിനെ അല്ലി എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇവളെ നമുക്ക് വിട്ടേക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മലയാളത്തിൽ നായെന്ന് പറയും, നായ. തമിഴിൽ നായി എന്ന് പറയും, നായി, നാ. ഇനി ഈ നായി. ആദ്യം തന്നെ നമുക്ക് ആനിമൽസിൻ്റെ പേര് തമിഴിൽ പഠിക്കണം. ആനിമൽസിന് വിലங்குകൾ എന്നാണ് പറയുന്നത്, വിലங்குകൾ. മലയാളത്തിൽ മൃഗങ്ങൾ, മൃഗങ്ങൾ. തമിഴിലാണെങ്കിൽ നമുക്കിവിടെ എഴുതാം വിലங்குകൾ. വി ല ങ് കുകൾ, കു കു ക ഇൽ ള എഴുതി ചന്ദ്രകല. ഇതാണ് മൃഗങ്ങൾ അഥവാ വിലங்குകൾ. അപ്പോൾ ആദ്യം തന്നെ നായയ്ക്ക് നമ്മൾ നായി എന്ന് പഠിച്ചു. ഇനി നമ്മൾ ക്യാറ്റിന് പൂച്ച എന്ന് മലയാളത്തിൽ പറയുമ്പോൾ പൂനൈ എന്നാണ് തമിഴിൽ പറയുന്നത്. മലയാളത്തിൽ പൂച്ച, പൂച്ച. തമിഴിൽ പൂനൈ, പൂനൈ. ഇനിയിപ്പോൾ ഗോട്ടിന് മലയാളത്തിൽ ആടെന്ന് പറയും കേട്ടോ, ആട്. തമിഴിലും ആടെന്ന് തന്നെയാണ് പറയുന്നത്, ആട്. ആ ഡു എന്നാണ് എഴുതുന്നത്, ആടു എന്ന് എഴുതും, പക്ഷെ ആടെന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ കൗവിന് പശു എന്ന് പറയും, മലയാളത്തിലായാലും തമിഴിലായാലും. പശു. തമിഴിൽ ഷൂ എന്നല്ല പശു എന്നാണ് കേട്ടോ പറയുന്നത്, പശു. സൂവിന് ചു എന്നാണ് എഴുതുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, സ എന്ന അക്ഷരം നമ്മൾ സ് എന്ന് എഴുതാൻ മാത്രമേ ഉപയോഗിക്കുള്ളൂ. അതുപോലെ തന്നെ പശു, ആൺപശുവായിട്ടുള്ള ബുള്ളിന് നമ്മൾ മലയാളത്തിൽ കാള എന്ന് പറയും, തമിഴിൽ കാളൈ എന്ന് പറയും. കാള, തമിഴിൽ കാളൈ, കാളൈ. റാബിറ്റിന് മലയാളത്തിലായാലും തമിഴിലായാലും മുയൽ എന്ന് തന്നെയാണ് കേട്ടോ പറയുന്നത്, മുയൽ. മുയൽ എന്ന് മലയാളത്തിൽ എഴുതാം, മു യ ഇൽ. തമിഴിൽ ഇത് എഴുതുന്നത് ഇങ്ങനെയാണ്, മൂവിൻ്റെ കുനിപ്പ്. കുനിപ്പുകളുടെ എല്ലാ അക്ഷരങ്ങളുടെയും കുനിപ്പുകൾ നമ്മൾ ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കുനിപ്പുകളുടെ കാര്യത്തിൽ ഡൗട്ട് ഉള്ളവരാണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഡൗട്ട് മാറി കിട്ടും. വീഡിയോ കാണാനായിട്ട് നമ്മുടെ ഐ ബട്ടൺ ആയിട്ടും അതുപോലെ താഴെ ഡിസ്ക്രിപ്ഷൻ ആയിട്ടും ഒക്കെ കൊടുത്തേക്കാം വീഡിയോ ലിങ്ക്. അപ്പോൾ മുയലിന് മു, ഇനി യാ, ഇല്ലിന് ലാ എഴുതിയിട്ട് ചന്ദ്രകല. ഇനിയിപ്പോൾ ഡോങ്കിക്ക് നമ്മൾ മലയാളത്തിൽ കഴുത എന്ന് പറയും, കഴുത, ക ഴു ത. തമിഴിൽ കഴുതൈ, ക ഴു എഴുതാനായിട്ട് ഴ എഴുതിയിട്ട് ഇതിങ്ങനെയാണ് കുനിപ്പ് പോകേണ്ടത്. മൂവിൻ്റെ കുനിപ്പ് ഇങ്ങനെയും ഴുവിൻ്റെ കുനിപ്പ് ഇങ്ങനെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ കുനിപ്പുകളുടെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അത്യാവശ്യം ഡൗട്ടുകൾ ഉള്ളവരാണെങ്കിൽ ഓഫ് കോഴ്സ് ക്ലിയർ ആവും. അപ്പോൾ കഴുതൈ എന്ന് എഴുതാനായിട്ട് ഇനി തൈയും കൊടുക്കണം, ക ഴു തൈ, കഴുത. ക്യാമലിന് മലയാളത്തിൽ ഒട്ടകം എന്ന് പറയും, ഒട്ടകം. തമിഴിലാണെങ്കിൽ ഒട്ടകം എന്ന് തന്നെയാണ്. ഓ ട എന്ന് എഴുതാനായിട്ട് എഴുതിയിട്ട് അടുത്തൊരു ട എഴുതിയിട്ട് കാ എഴുതി മാ എഴുതി ചന്ദ്രകല, ഒട്ടകം. അതേപോലെ ഹോഴ്സിന് കുതിര എന്നാണ് മലയാളത്തിലും തമിഴിലും പറയുന്നത്. അത്യാവശ്യം മിക്ക വാക്കുകളും നമ്മുടെ മലയാളത്തിലായാലും തമിഴിലായാലും മൃഗങ്ങളുടെയൊക്കെ പേരുകൾ സിമിലർ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഹോഴ്സിന് കുതിര എന്ന് എഴുതാം, കു തി ര. തമിഴിൽ കുതിരൈ എന്ന് പറയും, കു തി രൈ. ചുറ്റിക്കെട്ടിട്ടിട്ട് രായിട്ടു, കുതിരൈ. ഇനിയിപ്പോൾ പിഗിന് മലയാളത്തിൽ പന്നി എന്ന് പറയും, പന്നി. തമിഴിൽ പണ്ട്രി എന്ന് പറയും, പണ്ട്രി, പ ഇൻ റി, പണ്ട്രി എന്നാണ് വായിക്കുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സപ്പോർട്ട് താഴെ കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. കാരണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഈ ചാനൽ ഇനിയും മുന്നോട്ട് പോവുള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഹാപ്പി ന്യൂസ് പറയാണ്ട്, നമ്മൾ 2K അടിച്ചിരിക്കുന്നു ഗൈസ്. അടിപൊളി, നമ്മൾ 2K ഫാമിലി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ കൂടെ നിൽക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരു വലിയ താങ്ക്സ് പറഞ്ഞുകൊണ്ട് എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ ഗൈസ്.